വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അപ്പൊ മിസ് ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളുടെ ഓണ പരീക്ഷയ്ക്ക് വളരെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ്. നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഒറിജിൻ ഓഫ് ലൈഫ്, ഒറിജിൻ ഓഫ് ലിവിംഗ് തിങ്സ് ഉണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും. മാച്ച് ദ ഫോളോയിങ് ആണ്. ഇവിടെ നോക്കിയേ, കുറെ സയന്റിസ്റ്റുകളും അവർ ചെയ്ത കുറച്ച് കാര്യങ്ങളും ഉണ്ട് മാച്ച് ദ ഫോളോയിങ്ങിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം, മാച്ച് ചെയ്യാൻ വേണ്ടത്. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കുക, ഹരോൾഡ് യൂറേ, സ്റ്റാൻലി മില്ലർ തന്നിട്ടുണ്ട്, സിഡ്നി ഫോക്സ്, ജോവാൻ ഓറോ. ഹരോൾഡ് യൂറയും സ്റ്റാൻലി മില്ലറും കൂടെയാണ് ജീവന്റെ ഉത്ഭവത്തിന്, അതായത് നമ്മുടെ ഈ ഒരു ഫണ്ടമെന്റൽ യൂണിറ്റ്സ് റെസ്പോൺസിബിൾ ഫോർ ഒറിജിൻ ഓഫ് ലൈഫ്, ജീവന് കാരണമായിട്ടുള്ള ആ ഒരു പ്രോസസ്സിനെ എക്സ്പെരിമെന്റ് ചെയ്തിട്ട് പരീക്ഷണം നടത്തിയിട്ട് പ്രൂവ് ചെയ്തത്. അതാണ് നമ്മുടെ ഹരോൾഡ് യൂറയും സ്റ്റാൻലി മില്ലറും. അതിനെയാണ് നമ്മൾ യൂറേ മില്ലർ പരീക്ഷണം അല്ലെങ്കിൽ യൂറേ മില്ലർ എക്സ്പെരിമെന്റ് എന്നൊക്കെ ഓൾറെഡി പഠിച്ചിട്ടുള്ളത്. അപ്പം ഇവിടെ നിങ്ങൾ മാത്സ് ഫോളോയിങ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ എഴുതാൻ പറ്റും. യുറേ മില്ലർ എന്ന് പറഞ്ഞാൽ അവരെന്താ ചെയ്തിട്ടുള്ളത്, ഈ പരീക്ഷണം നടത്തിയപ്പം അതിൽ ആദ്യം ഫോം ചെയ്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു, അമിനോ ആസിഡ് ആയിരുന്നു. അപ്പൊ നമുക്ക് യുറേ മില്ലറെ മാച്ച് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, നമ്മുടെ അമിനോ ആസിഡ് ആണ്. അമിനോ ആസിഡ്, യുറേ മില്ലർ എന്ന് പറയുമ്പോൾ അവരുടെ പരീക്ഷണത്തിൽ ആദ്യമായിട്ട് ഫോം ചെയ്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, അമിനോ ആസിഡ് ആണ്. അത് നമ്മൾ പ്രോപ്പർ ആയിട്ട് തന്നെ എന്ത് ചെയ്യുന്നു, മാച്ച് ചെയ്യുന്നു. ഈ യുറേ മില്ലറിന് കാരണമായിട്ടുള്ളത് എന്താണ്, ഒരു തിയറിയാണ്, ഒപ്പാരൻ ഹാൽഡെയ്ൻ തിയറി എന്ന് പറയും. അതായത് നമ്മൾ പഠിച്ചിട്ടുള്ള കെമിക്കൽ എവല്യൂഷൻ തിയറി, രാസപരിണാമ സിദ്ധാന്തം. ഈ രാസപരിണാമ സിദ്ധാന്തം മുന്നോട്ട് കൊണ്ടുവന്നത് ആരാണ്, നമ്മുടെ ഒപ്പാരൻ ഹാൽഡെയ്ൻ തിയറിയാണ്. അപ്പൊ അത് നമുക്ക് ഇവിടെ മാച്ച് ചെയ്ത് വെക്കാം. രാസപരിണാമ സിദ്ധാന്തം കണ്ടുപിടിച്ചത് ഒപ്പാരൻ ആൻഡ് ഹാൽഡെയ്ൻ ആണ്. പിന്നെയും രണ്ട് സയന്റിസ്റ്റുകളെ നിങ്ങൾക്ക് അവിടെ കാണാം, സിഡ്നി ഫോക്സും ജോവാൻ ഓറോയും. സിഡ്നി ഫോക്സ് എന്ന് പറയുന്നതാണ് പ്രൂവ്ഡ് ദാറ്റ് മോളിക്യൂൾ സിമിലർ ടു പ്രോട്ടീൻ, പ്രോട്ടീനോട് സമാനപരമായിട്ടുള്ള പ്രോട്ടീനോയിഡുകൾ എന്ന് പറയുന്ന തരത്തിലുള്ള തന്മാത്രകളെ കൃത്രിമമായി ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് നമ്മുടെ സിഡ്നി ഫോക്സ് കണ്ടുപിടിച്ചു. കൂടാതെ ജോവാൻ ഓറോ എന്ത് ചെയ്തു, ന്യൂക്ലിക് ആസിഡുകളെ, അതായത് നമ്മുടെ പ്രധാന നിർമ്മാണ ഘടകങ്ങളായ ന്യൂക്ലിക് ആസിഡിൽ ഒന്നായിട്ടുള്ള അഡിനിൻ എന്ന നൈട്രജൻ ബേസ് കൃത്യമായി നിർമ്മിച്ചു. അപ്പം ഇങ്ങനെ അഡിനിനെ ഉണ്ടാക്കാൻ സാധിച്ച ജോവാൻ ഓറോയും പ്രോട്ടീൻ അല്ലെങ്കിൽ പ്രോട്ടീനോയിഡുകളെ ഉണ്ടാക്കിയത് സിഡ്നി ഫോക്സുമാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഇതാ പ്രോപ്പർ ആയിട്ട് മാച്ച് ചെയ്യാം. സിഡ്നി ഫോക്സ് പ്രോട്ടീനോയിഡ്, ജോവാൻ ഓറോ എന്ന് പറയുന്നത് എന്താണ്, നൈട്രജൻ ബേസുകളാണ് ഉണ്ടാക്കിയത്. സിഡ്നി ഫോക്സ് പ്രോട്ടീനോയിഡും ജോവാൻ ഓറോ എന്ന് പറയുന്ന നൈട്രജൻ ബേസ്. അപ്പൊ ഇത്തരത്തിൽ സയന്റിസ്റ്റുകളെ വെച്ചിട്ട് ഒരു മാത്സ് ഫോളോയിങ് ഒക്കെ ചോദിക്കാം. അപ്പം ഇപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്ന എല്ലാ ശാസ്ത്രജ്ഞന്മാരെയും പഠിച്ചു. ഇത് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് മിസ് വീണ്ടും വരാം. ബൈ.